വിഷമകരമായ പ്രവൃത്തി അയൽവാസി എന്ന നിലയ്ക്ക് വിശ്വാസിയായ മനുഷ്യൻ ചെയ്താൽ അത് ഈമാൻ തെറിച്ചു പോകുന്ന, സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെടുന്ന, അയൽവാസിയുടെ കടമ നിഷേധമായി, ധർമ്മ നിഷേധമായി, കടപ്പാട് വിസ്മരിക്കലായി എണ്ണുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇങ്ങനെ മാത്രം പോരാ, അങ്ങോട്ട് ഉപദ്രവിച്ചൂറാന്ന് പറഞ്ഞാൽ പോരാ. ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാനോളൊന്നും കാണിക്കാറില്ലേ, ഞാനവരൊന്നും ചെയ്യാറില്ലേ, നമ്മൾ പലരും പറയാറുണ്ട്. ഇങ്ങോട്ട് ചെയ്യുന്നത് സഹിക്കും വേണം, അത് കടമയിൽപ്പെട്ടതാണ്. ഇങ്ങോട്ട് ചെയ്യുന്നത് സഹിക്കുക. ഓൾ ഇങ്ങോട്ടാ ആദ്യം കാണിച്ചത്, ഓൻ ഇങ്ങോട്ടാ ആദ്യം പറഞ്ഞത്, ഓൻ ഇന്നോടാ ആദ്യം ചെയ്തത് എന്ന് പറയാലോ. ആദ്യം ചെയ്തത് ആരാന്നുള്ളിടത്ത് ആ തർക്കം. ആദ്യം ചെയ്ത അവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് ചെയ്യുന്നത് പരമാവധി സഹിക്കണം. അത് ഉപദ്രവം ചെയ്യുന്നത് പോലും ശരിയല്ല. സഹിക്കുക എന്ന് പറഞ്ഞാല് വല്ലാത്ത സഹിക്കൽ സഹിക്കണം. നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കാത്ത മറ്റെന്ത് തരത്തിലുള്ള ശല്യമാണെങ്കിലും വളരെ നിനക്ക് സഹിക്കാം. ശരീരത്തെ വേദനിപ്പിക്കാത്തത് എന്തുപദ്രവമാണ്. മഹാത്മാക്കളുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഉപദ്രവങ്ങൾ സഹിച്ചതിന്റെ കണക്കുകളും കൃത്യങ്ങളും എത്രയോ വിവരിച്ചതുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലം രാത്രിയിൽ ഇശാ നമസ്കരിച്ചിട്ടുള്ള അതേ ഉദു കൊണ്ട് കണ്ണിമ വെട്ടി ഉറങ്ങാതെ ഒരേ ഇടത്ത് നിന്ന് ഖുർആൻ ഓതി സുദീർഘമായി നമസ്കരിക്കുന്ന പതിവുള്ള ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, തന്റെ നമസ്കാരം 40 വർഷം തുടർന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആദ്യം അദ്ദേഹം നിസ്കരിക്കാറില്ല. കുറച്ച് നിസ്കരിക്കുമ്പോഴേക്ക് ആൾക്കാർ പറയാൻ തുടങ്ങുന്നത് രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ആള്. ഇത് അല്ലാണ്ട് ഒരു വലിയ ഫضല. ചെറിയ ഒരു ഇബാദത്തുണ്ടെങ്കിൽ ലോകരടിയിൽ അല്ലാഹു തആല വലിയ ഇബാദത്തായി കയറിവെക്കും. വലിയൊരു പണ്ഡിതൻ ചെറിയ ഒരു നിലക്ക് പരിശ്രമിച്ചാൽ വലിയൊരു പരിശ്രമശാലിയായി കയറിവെക്കും. ലേശം ഒരു 10 കൊടുക്കണ പണ്ഡിതനാണെങ്കിൽ അയാളോ വല്ലാത്ത മുഫ്തിയല്ലേ എന്ന് പേര് കൊടുക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയങ്ങളിൽ നിന്ന് ചെറുതുണ്ടാകുമ്പോൾ അവർക്ക് നൽകുന്നൊരു വല്ലാത്ത സ്വീകാര്യതയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കുറേ രാത്രി നിസ്കരിക്കാറുണ്ട്. പക്ഷെ ആൾക്കാരുടെ മനസ്സിലൊക്കെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ആളുകൾ. ഒരിക്കൽ ഇദ്ദേഹം ഇത് കേൾക്കാനിടയായി. നോക്കാം, രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിക്കുന്ന വലിയ പണ്ഡിതനാണ് ആ പോണത്. ഇത് കേൾക്കാനിടയായപ്പോൾ മൂപ്പർ ചിന്തിച്ചു, പടച്ചോനെ എന്നെപ്പറ്റിയുള്ള ഈ അടിയങ്ങളുടെ ധാരണ, മുസ്ലിങ്ങളുടെ ധാരണ, രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കുന്നാണല്ലോ ഇവർ പറയുന്നത്. ആ ധാരണയോട് ഞാൻ നീതി പുലർത്തണ്ടേ, ഇതിനോട് ഞാൻ ധർമ്മം പുലർത്തണ്ടേ എന്ന് വിചാരിച്ചിട്ട് താൻ അന്ന് മുതലങ്ങ് രാത്രി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 40 ഈറ്റാണ്ടോളം ഈശ നലവേറും ഈശ തോളുതോരുവാലെ 40 ഈറ്റാണ്ട് സുബ്ഹ് തൊഴുതോവർ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റി പറയുന്ന ഈ മഹത്വം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ നേടിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമാണ്. മദ്ഹബിന്റെ ഇമാമിനും പേച്ചു, ഈ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിനും പേവുണ്ടായി എന്ന് പറയുന്നവരുണ്ട്. അവരെ നമുക്ക് മാറ്റി നിർത്താം. ഈ അബൂ ഹനീഫ രാത്രിയിലെ ഈ നിസ്കാരം ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? രാത്രിയിൽ ഇരുന്നിട്ടുള്ള ഈ നിസ്കാരത്തിന്റെ ഇടയിൽ മൂപ്പർക്കൊരു വല്ലാത്ത അസഖ്യതയുടെ പതിവുണ്ട്. എന്താണെന്നറിയോ? തന്റെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരു ചങ്ങാതി മോന്തിയാവോളം പണിയെടുക്കും. കൊല്ലന കരുവാൻ കൊല്ലപ്പണി എടുത്തിട്ട് ഇരുമ്പ് കൊണ്ട് ആയുധം ഉണ്ടാക്കി മോന്തിയാവോളം പണിയെടുക്കും. മോന്തിയാവോളം നയിക്കണ പണ്ടത്തെ ആൾക്കാരൊക്കെ നടപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം കുടിച്ചു പൂസായി പോരലാണല്ലോ. അധ്വാന ഭാരം കൂടുമ്പോൾ അതിന്റെ പിരിമുറുക്കം പോക്കാനുള്ള സാധാരണ നടപ്പാണിത്. ഭാരം പിടിച്ച പണിക്കാരൊക്കെ ഒന്ന് നല്ലോണം പൂസും. അങ്ങനെ കുടിച്ച് പൂസായി മൂപ്പര് വന്ന് അത്താഴം കഴിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങോളം മൂപ്പർക്ക് പിന്നെ പണി ഒരേ ഒരു പാട്ടാണ്. ليوم كريهة وسداد ثغري أضاعوني وأي فتى أضاعوا ليوم كريهة وسداد ثغري. എല്ലാരും കൂടി എന്നെ തളച്ചു, എല്ലാരും കൂടി എന്നെ നശിപ്പിച്ചു, എല്ലാരും കൂടി എന്റെ ജീവനം പാഴാക്കി, എല്ലാരും കൂടി എന്നെ അർത്ഥു മുറിച്ച് നാശപ്പെടുത്തി. വയ്യ ഫതൻ അവാഴു, ഇവരെല്ലാരും കൂടി തൊലച്ച ഈ ബാല്യക്കാരൻ യുവാവ് എന്തോ ഒരു ബാല്യക്കാരനാണെന്നറിയോ? എന്നോ ഉണ്ടാവുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി, ഏതോ ഒരു രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതം മുഴുവൻ കളഞ്ഞു കുടിച്ചു. എന്താ ഇയാൾ പറയുന്നത്? ഇയാൾക്ക് പണി നേരം പോലത്ത് മോന്തിയാവോളം ആയുധം ഉണ്ടാക്കി കൊടുക്കല, തോക്ക്